വിശദമായി നോക്കാം. വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെയാണ് സഭാ നടപടികൾ ആരംഭിച്ച് 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ നിയമസഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പം സഭയിലെത്തിയ രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. LDF വിട്ടപ്പോൾ PV അൻവർ ഇരുന്ന സീറ്റാണ് രാഹുലിന്റെ ഇരിപ്പിടം. മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും താൻ എന്നും പാർട്ടിക്ക് വിധേയനാണെന്നും പ്രതികരിച്ചു. എന്നാൽ പുറത്തുവന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിയമപരമായി ചോദ്യം ചെയ്യും. നിയമസഭയ്ക്ക് സമീപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. DC ജനാധിപത്യപരമായ സമരങ്ങൾക്ക് ഞാൻ എതിരല്ല. DC സംസാരിക്കാമല്ലോ. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, പ്രതിപക്ഷ നേതാവിനെ അടക്കം ധിക്കരിച്ചുകൊണ്ട് സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ശേഷം സഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. സഭാ നടപടി പൂർത്തിയാകും മുമ്പ് തന്നെ സഭ വിട്ടു പുറത്തുപോയി. SFIയുടെ പ്രതിഷേധം കണ്ടു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉരുണ്ട് കളിച്ചുള്ള കുറെ മറുപടികൾ. അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു. ശബ്ദരേഖയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയില്ല, അത് നിഷേധിക്കുന്നില്ല. പകരം പാർട്ടിയെ ധിക്കരിച്ചല്ല താൻ സഭയിലെത്തിയത് എന്ന് മാത്രം, ആ വിഷയത്തിൽ മാത്രം ഒരു വിശദീകരണം നൽകുകയും ചെയ്തു. ഇന്ന് ഈ വാർത്താപകൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ സമഗ്രമായ ഒരു ചിത്രം. ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഭ തുടങ്ങി 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ സഭ കവാടത്തിലേക്ക് എത്തിയത്. മാധ്യമങ്ങൾ ആദ്യം തന്നെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ആ കവാടത്തിലെ ലിഫ്റ്റിനടുത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇതിന്റെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ മൊബൈൽ ഫോണിലും മറ്റും പകർത്തിയത്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നതും അതിനുശേഷം രാഹുൽ സഭയ്ക്കുള്ളിലേക്ക് നിയമസഭാ സാമാജികർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ PV അൻവർ നേരത്തെ ഇരുന്ന ഇരിപ്പിടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സഭയിൽ പ്രത്യേക ബ്ലോക്കായി തയ്യാറാക്കിയിരുന്നത്. അവിടെ കൃത്യമായി സഭാ നടപടികളുടെ ഭാഗമായി അവിടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ ഒരു കുറിപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മുതിർന്ന നേതാക്കളുടെ ആരുടെ ഒരാളുടെ ഭാഗത്തുനിന്ന്
രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു. രാഹുൽ അതിന് തിരികെ ഒരു മറുപടിയും ആ കുറിപ്പിൽ തന്നെ എഴുതി നൽകി. പിന്നീട് പെട്ടെന്ന് തന്നെ രാഹുൽ സഭയ്ക്ക് പുറത്തേക്ക് പോകുകയായിരുന്നു. അതിനുശേഷമാണ് ഈ നാടകീയമായ സംഭവങ്ങൾ പുറത്തുവെച്ച് ഉണ്ടായത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ SFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത്. വലിയ പ്രതിഷേധമുണ്ടാക്കിയെങ്കിലും ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങിയില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ എത്തിയതാണ് രാഹുലെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് 2 തവണ എങ്ങനെയാണോ പ്രതികരിച്ചത് സമാനമായ തരത്തിൽ വീണ്ടും പ്രതികരിച്ചത്. ഒരു തരത്തിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ രാഹുലിന് പറയാനുള്ളത് മാത്രം പറഞ്ഞ് നിങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ അതിൽ കുറച്ചുകൂടി വസ്തുതാബോധം ഉണ്ടാകണം എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തി വീണ്ടും മാധ്യമങ്ങളുടെ പേരിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടായത്. പക്ഷേ അപ്പോഴും KPCC ഭാരവാഹി യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തോടെയായിരിക്കും വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുക. പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ എല്ലാം. യെസ്, ഡാനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡാൻ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങിയാൽ ഇപ്പോൾ രാഹുൽ പറയുന്നത് താൻ പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ല, താൻ പാർട്ടിക്ക് വിധേയനാണ് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ സഭയിൽ എത്തരുത് എന്ന തരത്തിൽ തന്നെയുള്ള നിർദ്ദേശം പുറത്തേക്ക് VD സതീശന്റെ അടക്കം ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ KPCC ഭാരവാഹി യോഗം തുടരുകയാണ്. രാഹുൽ സഭയിലെത്തിയതും രാഹുലിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ഈ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സഭയിലെത്തിയതിൽ കടുത്ത വിമർശനവും ഉന്നയിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും കേരളത്തിൽ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അനുമതി നിഷേധിച്ചു എന്നൊരു വാർത്ത കൂടി നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. അതേസമയം MLA ആയതിനാൽ രാഹുലിന് സഭയിലെത്താം എന്നും സഭയിൽ എത്തിയതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലെത്തിയിരിക്കുന്നു. കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? എത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവിനൊപ്പമാണ്. അല്ല, അപ്പൊ ഈ നിയമസഭയിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോഴും ഉള്ള ആളല്ലേ? എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പോൾ അതെങ്ങനെയാണ് പ്രസിഡന്റ് മറുപടി അറിയിക്കാതെ പോകുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. പാർട്ടിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ്, സഭയിൽ പ്രത്യേക ബ്ലോക്കാണ്. ഒരു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. അതിപ്പോ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പ്രത്യേക കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് പാർട്ടിയിലെ അംഗമല്ല. അദ്ദേഹം
നിയമസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനുള്ളത്? പാർട്ടിയുടെ ഒരു MLA ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ കഴിയും? പക്ഷേ പ്രതിപക്ഷ നേതാവ് ആ ചോദ്യത്തിന് സഭയിലേക്ക് എത്തിയത് ഈ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനത്തിൽ സുരക്ഷിതമായിട്ടാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ്. ഒരു MLA എന്ന നിലയ്ക്ക് ഇതിനു മുമ്പും ആരോപണ വിധേയരായ എല്ലാവരും സഭയിലുണ്ടല്ലോ. എല്ലാവരെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നിയമസഭയ്ക്ക് എത്തിയിരിക്കുന്നു. ഇയാളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ഇയാളുടെ പേരിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ MLA ആയിട്ട് അയാൾക്ക് അകത്തിരിക്കാൻ പറ്റില്ല. അതേസമയം MLA എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കറാണ് പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ്. ആ സ്പീക്കറുടെ ഒരു MLAക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ പങ്കെടുത്തത്. രാഹുലിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ വെറും ഊഹാഭോഗങ്ങളാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല. ഡാൻ കുര്യൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഡാൻ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പക്ഷെ അതിലെല്ലാം ശ്രദ്ധേയം ആദ്യം ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു. അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഒരു മറുപടിയും നൽകാതെ അദ്ദേഹം അതിവേഗം വാഹനത്തിൽ കയറി പോകുന്നതാണ് കണ്ടത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു മറുപടിയും നൽകാനില്ലായിരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. KPCC ഭാരവാഹി യോഗം പുരോഗമിക്കുമ്പോൾ ഈ വിഷയം യോഗത്തിൽ എങ്ങനെ ചർച്ചയായി? അതായത് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഭാരവാഹി യോഗത്തിൽ കൃത്യമായി ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി അവ്യക്തതകളൊന്നും ബാക്കിയില്ല. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിലപാട് വ്യക്തമാക്കാനുള്ള അതേ ആർജവത്തോടെ അദ്ദേഹം KPCC ഭാരവാഹി യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം ഇതുവരെ പുറത്തു വരാത്തതും എന്നാൽ തനിക്ക് ലഭിച്ചതുമായ ചില പരാതികളെക്കുറിച്ച് അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതടക്കം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടി നേതൃത്വം നിർബന്ധിതമായതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് KPCC ഭാരവാഹി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഭാരവാഹി യോഗത്തിൽ നടത്തിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും ഒരുപോലെ തന്നെ ചർച്ചയായി മാറുകയാണ്. ഡാൻ, ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് സഭയിൽ എന്നുള്ളൊരു ചോദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ എത്തും എന്നതാണ് ആ ഘട്ടത്തിൽ പുറത്തുവന്ന വിവരം. പക്ഷേ ഇപ്പോൾ VD സതീശൻ അടക്കം തങ്ങളുടെ നിലപാട് ഈ ഭാരവാഹി യോഗത്തിൽ പ്രകടിപ്പിച്ച ശേഷം ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു MLA അങ്ങനെ നിയമസഭാ സാമാജികർ എന്ന തരത്തിൽ സഭയിലേക്ക് എത്തുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. അത് സ്വന്തം ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഉണ്ടായാൽ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയല്ല. അതിനപ്പുറത്തേക്ക് അത് സ്പീക്കറുടെ ബാധ്യതയാണ്, സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാടാണ് KPCC നേതൃത്വത്തിന്. അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് KPCC നേതൃത്വം തല പുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇന്ന് നിയമസഭയിലേക്ക് രാഹുൽ എത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഇപ്പോഴും പൂർണ്ണമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. കാരണം ഇതിനു മുമ്പും പലതരത്തിലുള്ള
നാടകീയമായ നീക്കങ്ങൾ പലപ്പോഴും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു നാടകീയമായ നീക്കം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും സമാനമായ തരത്തിൽ അതേ ചോദ്യങ്ങളോട് ഒരു ഉത്തരവും പറയാതെ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുകയല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ രാഹുലിന് ഈ വിഷയത്തിലെ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ കുന്തമുനയിൽ നിന്ന് മാറി ഒളിക്കാനാവില്ല എന്നതാണ് വസ്തുത. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതേസമയം മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ശനിയാഴ്ച പാലക്കാട് എത്തിയേക്കും. അതേസമയം രാഹുൽ പാലക്കാട് എത്തിയാൽ തടയാനാണ് CPM-ന്റെയും BJP-യുടെയും തീരുമാനം. 27 ദിവസത്തിനു ശേഷം മണ്ഡലത്തിലെത്താൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലൈംഗികാരോപണവും ഗർഭചിത്ര വിവാദവുമെല്ലാം മൂലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാഹുൽ. മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല. ഇന്ന് സഭയിലെത്തിയതിനു പിന്നാലെ പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം. എന്നാൽ മണ്ഡലത്തിലേക്ക് രാഹുലിന്റെ വരവ് അത്ര എളുപ്പമാകില്ലെന്നാണ് CPM-ഉം BJP-യും വ്യക്തമാക്കുന്നത്. പൊതുപരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും വരാം. പാലക്കാട് മണ്ഡലത്തിനകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നുവരെ കാണാത്ത വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് രാഹുൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് വെച്ച് ഏറ്റവും വലുതായിരിക്കും. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എന്ന് വെച്ചാൽ ജനകീയ പ്രതിഷേധമാണ്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് വേണ്ടാത്തവരെ പാലക്കാടിനും വേണ്ടെന്ന് BJP. ശക്തമായ പ്രതിഷേധമുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJP-യുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതേസമയം ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് കവചം തീർക്കുമെന്നറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 പാലക്കാട്. LDF നേതൃയോഗം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ചേരുന്ന മുന്നണി യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. ഈ മാസം 20-ന് തുടങ്ങുന്ന വികസന സദസ്സിന് മുന്നണിയുടെ പിന്തുണ തേടും. ആഗോള അയ്യപ്പ സംഗമം, ന്യൂനപക്ഷ സംഗമം തുടങ്ങിയവയും ചർച്ചയാകും. നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. വഖഫ് ഭേദഗതി നിയമത്തിന് ഭാഗിക സ്റ്റേ അനുവദിച്ച സുപ്രീം കോടതി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണം, തർക്കഭൂമിക്ക് വഖഫ് പദവി നഷ്ടമാകും എന്നതടക്കമുള്ള വിവാദ വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളുടെ എണ്ണം 3-ൽ കൂടുതലാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയിൽ നമുക്ക് ഒരിക്കലും വിശ്വാസം പോയിട്ടുണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയിലെ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു. നിയമം നോക്കിയിട്ടാണല്ലോ സുപ്രീം കോടതി ചെയ്യുന്നത്. നിയമം നോക്കിയത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വിധി വന്നിരിക്കുന്നത്. എല്ലാം പരിഹാരമെന്നല്ല, പക്ഷേ ഈ അന്തിമ വിധി വരെയും ഉള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആശ്വാസമാണ് എന്നാണ് ഞാനിപ്പോൾ വിധിന്യായം വായിച്ചു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി വിധിന്യായം പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് പറയാൻ പറ്റും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, അസാധാരണമായ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഭാഗികമായിട്ടെങ്കിലും ചില വ്യവസ്ഥകൾക്കുണ്ടായിട്ടുള്ള ഈ സ്റ്റേ ഹർജിക്കാരുടെ വിജയം എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ലേ? ആര്യ, ഹർജിക്കാരെ സംബന്ധിച്ച് നേട്ടമാണ്, ആശ്വാസമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് തീർച്ചയായും പറയാം. കാരണം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിവാദ വ്യവസ്ഥകളിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരമൊരു നിർണായകമായ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതായത് 5 വർഷം ഇസ്ലാം അനുഷ്ഠിച്ച ആൾക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നായിരുന്നു നിയമത്തിലെ വ്യവസ്ഥ. അതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു.
അതിൽ ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏകപക്ഷീയമായി ഇത്തരത്തിൽ അധികാരം പ്രയോഗിക്കുന്നത് അത് അനുവദിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർജിക്കാർ അവരുടെ ആവശ്യമായി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട വിയോജിപ്പ് ഈ വിഷയത്തിൽ തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം വഖഫ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം സ്വത്ത് ഏതെങ്കിലും ഭൂമിയുടെ കാര്യത്തിൽ തർക്കം വരികയും അതിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വഖഫ് പദവി നഷ്ടമാകും എന്നായിരുന്നു ബില്ലിലെ വ്യവസ്ഥ. അതിന് കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കളക്ടർമാർക്ക് അധികാരം നൽകിയതിലും കടുത്ത വിയോജിപ്പ് സുപ്രീം കോടതി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വ്യക്തിപരമായ അവകാശങ്ങളിൽ ഇടപെടാൻ കളക്ടർമാർക്ക് അനുവാദമില്ല എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ട് കാര്യത്തിൽ ഇടപെടൽ വന്നിരിക്കുന്നു. മൂന്നാമതായി തന്നെ സുപ്രധാനമായ ഒരു ഇടപെടൽ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അത് അമുസ്ലിങ്ങളായ അംഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കാര്യങ്ങളിലാണ്. കാരണം ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് വഖഫ് ബോർഡുകളിൽ ചുരുങ്ങിയത് 2 അംഗങ്ങൾ അമുസ്ലിങ്ങളാകാമെന്നായിരുന്നു. അത് ചുരുങ്ങിയത് എന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. കോടതി അതിൽ ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വഖഫ് ബോർഡുകളിൽ പരമാവധി 3 എന്നാക്കി, മിനിമം എന്നുള്ളത് മാറ്റി പരമാവധി മാക്സിമം 3 എന്ന നിലയിലേക്ക് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വഖഫ് കൗൺസിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 11 അംഗങ്ങളിൽ അത് 4 പേരെ പരമാവധി പാടുകയുള്ളൂ എന്ന നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഒപ്പം ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിൽ കോടതി ഇടപെടുന്ന പതിവില്ല. മുൻപ് നമുക്കിതിന് ഉദാഹരണങ്ങളുണ്ട്. ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞ കേസിലായാലും CAA അടക്കമുള്ള കേസിലാണെങ്കിൽ പോലും കോടതി അത്തരത്തിൽ നിയമനിർമ്മാണങ്ങളിൽ പാർലമെന്റിന്റെ അധികാരത്തിൽ ഇടപെടാറില്ല. പക്ഷേ ഇപ്പോൾ അനിവാര്യമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഇടക്കാല സ്റ്റേ അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ഈ രാകേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജുഡീഷ്യറിയിലെ വിശ്വാസം കൂട്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പല പാർട്ടികളും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്നുണ്ടായ വിധി ബന്ധപ്പെട്ടവരിൽ നിന്നും കേട്ടതനുസരിച്ച് വളരെയധികം സന്തോഷകരമാണ്. ജുഡീഷ്യറിയിൽ നമുക്കുള്ള വിശ്വാസം ഒന്നും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം അന്തിമ വിധി അല്ലെന്നും നിയമം മുസ്ലിം വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളിയെന്നും ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചു. വഖഫ് നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ്. അതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല. അത് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ എതിരാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞു വന്നത്. അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നല്ലേ ഇതിൽ മനസ്സിലാക്കേണ്ടത്. നിയമത്തിൽ എന്തെങ്കിലും ചെറിയ അപാകതകളുണ്ട്, അത് ഭാഗികമായിട്ട് നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ടെങ്കിൽ, ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. വഖഫ് നിയമത്തിലെ സെക്ഷൻ 2A സ്റ്റേ ഇല്ലാത്തത് ആശ്വാസകരമെന്ന മുനമ്പം സമരസമിതി. വിധി മുനമ്പം ജനതയ്ക്ക് പ്രശ്നമല്ല. കേരള വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നതാണ് മുനമ്പം ജനതയുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്നും സമരസമിതി പറഞ്ഞു. ട്രസ്റ്റുകൾ, സൊസൈറ്റി എന്നിവർക്ക് കൈമാറി കിട്ടുന്ന ഭൂമി വഖഫ് നിയമത്തിൽ ഉൾപ്പെടില്ല എന്നതാണ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 2A വ്യവസ്ഥ. ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുശേഷം ഒക്ടോബർ 13 തീയതി ഇവിടെ എല്ലാ സമുദായ നേതാക്കന്മാരും, അതേപോലെ തന്നെ എല്ലാ സമുദായ നേതാക്കന്മാരും വഞ്ചി സ്ക്വയറിലും സെപ്റ്റംബർ 27 തീയതിയും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളുടെ കാര്യമൊന്നും നടക്കണില്ല, വിവാഹ ചടങ്ങ് നടക്കണില്ല. ഞങ്ങളുടെ ഈ പട്ടയം സൊസൈറ്റിയിൽ എവിടെയെങ്കിലും പണയം വെച്ചാലും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതൊന്നും ഒരാൾക്ക് നടക്കണില്ല. എനിക്ക് 63 വയസ്സായി. ഞാൻ 63 കൊല്ലം ഇവിടെ താമസിക്കുന്നത്. 35 കൊല്ലം ഞങ്ങൾ ഇത് വില കൊടുത്ത് മേടിച്ചിട്ട്. പിന്നെ ഇവരുടെ ഭൂമിയാന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ഇപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോകേണ്ട ആളാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ ഇന്ന് ജോലിക്ക് പോകേണ്ട ആളാണ്. എനിക്കിന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. നിരാഹാരം ഇരിക്കണ്ടേ? ഇപ്പം ഗവൺമെന്റിന് ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. അപ്പം ഇനിയും ഞങ്ങളിട്ട് താമസിപ്പിക്കാതെ ഞങ്ങൾക്കത് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ പറയണത്.
ഞങ്ങൾ ഇവിടെ ഈ കടപ്പുറത്ത് എല്ലാവരും സമ്പന്നരാരുമില്ല, എല്ലാം വേലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുക, ഭർത്താവില്ല, മക്കളില്ല, മക്കൾ മരിച്ചുപോയി, അങ്ങനെയൊക്കെ. എന്നാലും ഇതിനു വേണ്ടി ഞങ്ങൾ സുഖമില്ലെങ്കിലും സമരപ്പന്തലിൽ വന്ന് ലഹരി ഒരുക്കണേണ്. ഞങ്ങളുടെ കണ്ണീര് സർക്കാർ കണ്ട് ഞങ്ങളുടെ കാര്യത്തിന് എളുപ്പം ഒരു നടപടി എടുത്ത് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അനധികൃതമായിട്ട് ഇവരെഴുതിയെടുത്തിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ സുപ്രീം കോടതിയും അസന്നിഗ്ധമായി പറഞ്ഞതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇനി ഒളിച്ചോടാൻ സാധിക്കില്ല. പിന്നെ ഇലക്ഷൻ വരട്ടെ, ഞങ്ങളിനി അവിടെ അതുവരെയും പറഞ്ഞു പറ്റിച്ച് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇനി വോട്ട് വേണം എന്ന് പറയുന്നത് ഇനിയും പറ്റിക്കുക എന്നുള്ള ആ പ്രസ്ഥാനം ഗവൺമെൻറ്റുകൾ നിർത്തി ഞങ്ങളുടെ പ്രശ്നം ഏറ്റവും എളുപ്പം അവസാനിപ്പിക്കുക. ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ ഞങ്ങളുടെ മക്കളെയും എന്നും ഇതുപോലെ കടലിലെ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റി ഞങ്ങൾ രക്ഷിക്കണം. കണ്ണൂർ മാടായി വാദിഹുദ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി BJP. ദേവസ്വം ഭൂമിയും ഗവൺമെന്റ് സ്ഥലവും വാദിഹുദ സ്കൂൾ കയ്യേറിയെന്നാണ് ആരോപണം. സ്കൂളിന്റെ 6 ഏക്കർ സ്ഥലത്തിൽ പകുതിയോളവും ദേവസ്വം ഭൂമിയെന്നാണ് BJPയുടെ അവകാശവാദം. സ്കൂളിലേക്ക് 16-ന് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. നിരവധി കേസുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 67 കേസുകൾ അവിടെ വിവിധ ആളുകളുമായി നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് പൂർണ്ണമായും ജനങ്ങൾ വിശ്വസിക്കുന്ന, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. അതാ ഞാൻ ചോദിച്ചത്, വാദിഹുദ സ്കൂളിനകത്ത് അവർക്ക് ഈ 3 ഏക്കറിലധികം സ്ഥലം, ആ സ്ഥലങ്ങൾക്ക് പൂർണ്ണമായും രേഖകളുണ്ടെങ്കിൽ അവർ പ്രസിദ്ധപ്പെടുത്തണേ. നാളിതുവരെ അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പല ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. മാടായി സംരക്ഷണ സമിതി നടന്ന നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. നോക്കൂ, ഈ ദേവസ്വത്തിൻ്റെ ഈ സ്ഥലം വാദിഹുദ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് ഒരു രാത്രി കൊണ്ടാണ് അവർ മെറ്റൽ ചെയ്തത്. പൂർണ്ണമായും ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. കാലാകാലം മാടായിപ്പാറ പൂരോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടന്നു വരുന്ന റൂട്ടാണത്. ആ സ്ഥലം റോഡ് ആക്കുകയും അത് ഒരു രാത്രി കൊണ്ട് വാദിഹുദ സ്കൂളിലേക്ക് ടാർ ചെയ്ത് അവരുടെ സ്വന്തമാക്കി മാറ്റി. അതേസമയം BJPയുടെ ആരോപണം തെറ്റെന്ന് വാദിഹുദ സ്കൂൾ മാനേജ്മെന്റും പ്രതികരിച്ചു. സ്കൂളിന്റെ 5 ഏക്കർ 77 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങിയത് 1980-ൽ. ഭൂമി വാങ്ങിയത് ഈസ അബ്ദുൾ റഹ്മാൻ സേഠിന്റെ കയ്യിൽ നിന്നാണെന്നും അത് ഒറ്റ രേഖയായിട്ടാണെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചു. BJPയുടെ ഇത്തരം ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ഈസ അബ്ദുൾ റഹ്മാൻ സേഠ് എന്ന് പറയുന്ന ആൾക്ക് 1961-ലാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത് വലിയ വളപ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 1925 മുതൽ കൈവശം വെച്ച് വരുന്ന സ്ഥലമാണിത്. 1925-ൽ വലിയ വളപ്പിൽ കൃഷ്ണനും അത് 1961-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടും കൈവശം വെച്ചത് 1980-ലാണ് ഒന്നിച്ച് വാദിഹുദ വാങ്ങിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാടായി സ്കൂൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് 1951-ലാണ് അവർക്ക് ലഭിക്കുന്നത് ദാനമായിട്ട്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ രേഖയിൽ, അവരുടെ രേഖയിൽ പടിഞ്ഞാറുള്ള അതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കിടങ്ങിനെ കുറിച്ച് തന്നെയാണ്, ഈ മതിൽക്കെട്ടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാടായി സ്കൂളിൻ്റെ രേഖയിലും വളരെ കൃത്യമായി ഈ ബൗണ്ടറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല, നിയമപരമായി അത് നിലനിൽക്കുന്നതുമല്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പത്തനംതിട്ട കോയിപ്രം ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്ന സംശയത്തിൽ പോലീസ് മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ഭാര്യ രശ്മിയുടെ ഫോണിൽ നിന്നും യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആലപ്പുഴ സ്വദേശിയായ 19-കാരൻ, റാന്നി സ്വദേശിയായ 30-കാരൻ എന്നിവർക്കു പുറമെ കൂടുതൽ പേരെ ജയേഷും ഭാര്യ രശ്മിയും മർദ്ദനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് 2 പേരുടെ പരാതി കൂടി നിലവിൽ പോലീസിന് മുന്നിലെത്തി. 2 പേരും സമാന രീതിയിൽ കോയിപ്രത്തെ വീട്ടിൽ വെച്ച് അതിക്രൂര മർദ്ദനത്തിന് ഇരയായോ എന്ന സംശയവും പോലീസിനുണ്ട്. എന്നാൽ പരാതിക്കാർ പോലീസിനോട് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റിലായ രശ്മിയുടെ ഫോണിൽ നിന്നും
5 വീഡിയോ ക്ലിപ്പുകൾ ആറന്മുള പോലീസ് വീണ്ടെടുത്തിരുന്നു. അതിൽ നിന്നാണ് 2 യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയത്. മുഖ്യപ്രതിയായ ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡറുണ്ട്. അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിൽ കൂടുതൽ നടപടികളുണ്ടാകും. സാമ്പത്തിക ലാഭത്തിനായുള്ള ഹണി ട്രാപ്പിനപ്പുറം ആഭിചാരം, അവിഹിതം തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഭാര്യ രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ സുഹൃത്തുക്കളെ വീട്ടിൽ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയാണ് ജയേഷ് മർദ്ദിച്ചതെന്നാണ് സൂചന. കൂടുതൽ സംശയങ്ങൾ നീക്കാൻ പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോയിപ്രം പോലീസ് ഉടൻ അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും ശാസ്ത്രീയ അന്വേഷണവും നടത്തിയെങ്കിൽ മാത്രമേ കേസിലെ ദുരൂഹത നീക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിലെ മറ്റൊരു വാർത്തയിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസ് നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു. വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. കേസിൽ നീലലോഹിതദാസൻ നാടാരെ വിചാരണ കോടതി 1 വർഷം ശിക്ഷിച്ചിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ്. നീലലോഹിതദാസൻ നാടാർക്ക് ആശ്വാസമാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കേസിൽ നീലലോഹിതദാസൻ നാടാരെ നേരത്തെ തന്നെ കോഴിക്കോട് കോടതി 1 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. അതായത് ലഘു തടവിന് വിധിച്ചിരുന്നു. അതേസമയം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കോടതിയെ അതിന് 3 മാസമായി ആ ശിക്ഷാവിധി ചുരുക്കിയിരുന്നു. അതിനെതിരെ നൽകിയിട്ടുള്ള റിവിഷൻ ഹർജിയിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിയുണ്ടായിരിക്കുന്നത്. നീലലോഹിതദാസൻ നായരെ വെറുതെ വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. 1999 അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന പ്രകൃതി ശ്രീവാസ്തവ നീലലോഹിതദാസൻ നായർക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ 2000 കോഴിക്കോട് കോടതി ഈ നീലലോഹിതദാസൻ നാടാരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതിനുശേഷമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി അത് 3 മാസമായി ചുരുക്കുകയും തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതി ആ വിധി തള്ളിക്കളയുന്ന, അതല്ലെങ്കിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്വർണം പൂശിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്നും ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപ്പാളി നിർമ്മാണത്തിനായി എത്ര സ്വർണം ഇതുവരെ ഉപയോഗിച്ചുവെന്ന് കോടതി ചോദിച്ചു. സ്വർണ്ണപ്പാളി പണി പൂർത്തിയാക്കിയാലുടൻ തിരികെ എത്തിക്കണമെന്നും ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. 2019 മുൻപും സ്വർണം പൂശിയിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മഹസർ ഉൾപ്പെടെയുള്ള എല്ലാ മുൻ രേഖകളും മറ്റന്നാൾ ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാറശാല SHO അനിൽകുമാറിനെതിരെ നടപടി. ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അനിൽകുമാറിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്തായാലും അനിൽകുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അനിൽകുമാർ ഒളിവിൽ തന്നെയാണല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ പറയുന്ന കിളിമാനൂർ സ്വദേശിയായ രാജൻ എന്ന 55-കാരൻ വാഹന അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ CCTV ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലായിരുന്നു അത് അനിൽകുമാറിലേക്ക് എത്തുന്നത്. ഇദ്ദേഹം പാറശാല സ്റ്റേഷനിലെ SHO ആയിരുന്നു. ഇദ്ദേഹം അലക്ഷ്യമായി വാഹനം ഓടിച്ചു എന്നുള്ള കാരണത്തിനാണ് ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് ഇദ്ദേഹത്തെ കേസെടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അനിൽകുമാർ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനിൽകുമാറിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കണ്ടെത്തുകയും തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു ഇപ്പോൾ ഒരു വകുപ്പ് തല അന്വേഷണവും നടപടിയും എത്തിയിരിക്കുന്നത്. ആര്യ, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കൊല്ലത്തും കൊട്ടാരക്കരയിലും BJP പ്രതിഷേധം. കൊട്ടാരക്കര ഡിവൈഎസ്പി ഓഫീസിലേക്ക് BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമായിരുന്നു മാർച്ച്. കൊട്ടാരക്കരയിലെ മാർച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജും കൊല്ലത്തെ മാർച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷും ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷനുകൾക്ക് മുന്നിൽ ബാരിക്കേഡുകൾ തീർത്ത് സമരക്കാരെ പോലീസ് തടഞ്ഞു. പോലീസ് നടത്തുന്ന ക്രൂര മർദ്ദനത്തിനും പോലീസ് രാജിനുമെതിരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും BJP അറിയിച്ചു.
കൊച്ചിയുടെ പുറം കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പൽ ദൗത്യം വൈകും. കടലിനടിയിൽ നിന്ന് കപ്പൽ പൂർണ്ണമായും പുറത്തെടുത്ത് മാറ്റാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്ന് MLC കമ്പനി അറിയിച്ചു. കപ്പലിലെ എണ്ണ നീക്കം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒപ്പം കപ്പൽ കടലിൽ തുടരുന്നതിൽ മത്സ്യത്തൊഴിലാളികളും ആശങ്കയിലാണ്. മെയ് 24-നായിരുന്നു MLC എൽസ 3 എന്ന കപ്പൽ കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയത്. 4 മാസം പിന്നിട്ടിട്ടും ഈ കപ്പൽ പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവർ പറയുന്ന വിശദീകരണം പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി, കാലാവസ്ഥ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അവർ ചെയ്യുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ ഇന്ധനങ്ങൾ, ഈ ഷിപ്പിൽ നിന്നുള്ള ഇന്ധനം, ഓയിൽ, അത് ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ മറ്റൊരു കപ്പലിലേക്ക് പമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അല്പം സമയമെടുക്കും. അതിനുശേഷം മാത്രമേ ഇത് ഉയർത്തുവാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അതപ്പോഴും ഒന്നിച്ച് ഈ കപ്പൽ പുറത്തേക്ക് എടുക്കുവാൻ കഴിയുമോ, അതോ ഓരോ ഘട്ടമായി മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലുള്ള പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 1 വർഷമെങ്കിലും വേണ്ടി വരും ആ കപ്പൽ പൂർണ്ണമായും പൊക്കി മാറ്റുന്നതിനെന്നുള്ളൊരു വിശദീകരണമാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷെ അപ്പോഴും ആശങ്കയിലായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ച് ഈ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറംകടലിലേക്ക് പോകുന്നതിന് വേണ്ടോ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഇവരുടെ വല കീറുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ കപ്പലുള്ളതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളെ അടുപ്പിക്കുന്നില്ല എന്നൊരു പരാതി കൂടി അവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് നടപടിയാണ് സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഇതിലൊരു നിയമ നടപടിയിൽ എത്രമാത്രം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട്. ഈ സർക്കാർ ഏതാണ്ട് ഈ വിഷയം വിട്ടമട്ടാണ്. ഈ ഒരു നഷ്ടപരിഹാരം സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. തങ്ങൾക്ക് 13 കോടി മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു വിശദീകരണമാണ് കപ്പൽ അധികൃതരിൽ നിന്നും ലഭ്യമാക്കുന്നത്. പക്ഷേ സർക്കാർ ഇതിൽ കൂടുതൽ നടപടികളിലേക്കോ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടം കാണുന്നതിലേക്കോ കണ്ണു തുറക്കുന്നില്ല എന്നൊരു വിഷമം കൂടി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പൽ ഉയർത്താൻ ഇനിയും സമയം ആവശ്യം വരും എന്നതാണ്. ഇതിന് കോടതി അടക്കം ഇതിലൊരു ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന താക്കീതൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഈ കപ്പൽ അധികൃതരുടെ ഭാഗത്ത് നിന്നും ഒരു വേണ്ട ഊർജ്ജസ്വലത ഈ കപ്പൽ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. SPS ശശിധരൻ കേസിൽ തുടരും. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം. ശശിധരന് അന്വേഷണം പൂർത്തിയാക്കാമെന്ന് കോടതി വിധിച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് ഹൈക്കോടതി നാളെ വരെ നീട്ടി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഭാഗികമായി പരിഹരിച്ചുവെന്ന് ജില്ലാ കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രശ്നങ്ങളുണ്ടായ 18 ഇടങ്ങൾ പരിശോധിച്ച് 13 ഇടങ്ങളിലെ പ്രതിസന്ധി പരിഹരിച്ചതായാണ് റിപ്പോർട്ട്. ബാക്കി ഇടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുവെന്നും കളക്ടർ കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹർജി നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കൊട്ടാരക്കര ഉമ്മന്നൂരിൽ കിണറ്റിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. ബൈജു അമ്മു ദമ്പതികളുടെ മകൻ ദിലിൻ ബൈജു ആണ് മരിച്ചത്. വക്ക് കെട്ടാത്ത കിണറ്റിൽ വീണായിരുന്നു അപകടം. വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, അതിദാരുണമായ ഒരു സംഭവമായി പോയല്ലോ. ആര്യ, അതിദാരുണമായ സംഭവമാണ് കൊട്ടാരക്കര ഉമ്മന്നൂരിൽ ഉണ്ടായത്. പിണറ്റിൻമൂട് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. വീടിന് സമീപത്തായിരുന്നു കിണറുള്ളത്. കിണറിൻ്റെ വക്ക് പൂർണ്ണമായും കെട്ടിയില്ലായിരുന്നു. അതായത് ചെറിയ രീതിയിൽ മാത്രമേ വക്ക് കെട്ടിയിട്ടുള്ളായിരുന്നു. ഈ വക്ക് അതാവാ ഒരുപക്ഷെ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. കുഞ്ഞ് വീട്ടിനുള്ളിൽ നിന്നും കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു കളിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. കുട്ടിയെ കാണാതായതോടുകൂടി മാതാവ് വന്ന് നോക്കിയപ്പോഴാണ് കുട്ടി കിണറ്റിനുള്ളിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് കുട്ടിയെ പുറത്തെടുത്തത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഈ നാടിനെ വലിയ രീതിയിൽ നൊമ്പരപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കുട്ടിയുടെ മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടിയുടെ പിതാവ് വിദേശത്താണ്. കുട്ടിയുടെ പിതാവ് വന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്കൊക്കെ നീങ്ങുക. എന്തായാലും അതിദാരുണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും
ഈ കുട്ടിയുടെ ഒരു വിയോഗം വലിയ രീതിയിൽ ഇവിടെ താങ്ങാൻ കഴിയാത്തതിനപ്പുറം, അതായത് കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരെല്ലാം തന്നെ, സഹപാഠികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ദുഃഖമാണ് നിലവിൽ ഉള്ളത്. ആര്യ, തീർച്ചയായും എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 3 വയസ്സുകാരനാണ് വീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ചത്. അതിദാരുണമായ സംഭവം കൊട്ടാരക്കര ഉമ്മന്നൂരിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണ PB യാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 30ഓളം പേരിൽ നിന്ന് ഇയാൾ 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിയ കാർ മരത്തിലിടിച്ച അപകടം. തിരുവനന്തപുരം വെമ്പായം കൊപ്പം ഹാപ്പി ലാൻഡിന് സമീപം കോട്ടൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് ഇന്ന് പുലർച്ചെ 5:30 അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. വാഹനത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർ ഉണ്ടായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം മാർനല്ലൂരിൽ സ്കൂൾ ബസിനടിയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയ അപകടം. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മാർനല്ലൂർ കുന്നിലായിരുന്നു സംഭവം. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മീൻ വണ്ടിയെ മറികടന്നെത്തിയ ബസിനെ കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വെട്ടിക്കുന്നതിനിടെ വീഴുകയായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പുന്നാവൂർ സ്വദേശി ജോസ് ആണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ജോസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന് സമീപത്തെ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനുമായ MN കാരശ്ശേരിയെ വീട്ടിലെത്തി സന്ദർശിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഒപ്പമുണ്ടായിരുന്നു. വീട്ടിലെത്തിയ MPയെ MN കാരശ്ശേരിയും ഭാര്യ ബദീജയും ചേർന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 40 മിനിറ്റോളം അവരുടെ കുടുംബത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധി ചെലവഴിച്ചു. കുടുംബത്തോടൊപ്പം ഫോട്ടോയും എടുത്താണ് MP മടങ്ങിയത്. ഞാൻ പറഞ്ഞ പലതിനോടും മിക്കതിനോടും അവർ യോജിച്ചു, പലതും അവർ കുറിച്ചെടുത്തു, ചില പേരുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവർക്ക് എൻ്റെ ഇംഗ്ലീഷിൽ പരിഭാഷയുള്ള 2 പുസ്തകങ്ങൾ കൊടുത്തു. ഒന്ന് ഗാന്ധി എലൈവ്, ഗാന്ധിയുടെ സെക്രട്ടറി വെങ്കട്രാം കല്യാണത്തെ കണ്ട് സംസാരിച്ചിരുന്നു ഞാൻ. അത് 4-5 കൊല്ലം മുമ്പാണ്. അത് ഗാന്ധിയുടെ സാക്ഷി എന്ന് മലയാളത്തിൽ വന്ന പുസ്തകം, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വേണുഗോപാല മേനോൻ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയതിൻ്റെ കോപ്പി അവർക്ക് കൊടുത്തു. ഇതുപോലെ ഞാൻ അവരോട് ബഷീറിനെ പറ്റി സംസാരിച്ചു. ബഷീർ 1948 ജനുവരി 30 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയത് എൻ്റെ സുഹൃത്ത് KM ഷെരീഫ് പരിഭാഷപ്പെടുത്തിയതിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തു. അവർ അത് വളരെ സന്തോഷമായിട്ട് അവർ സൗകര്യം പോലെ വായിക്കാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ സന്ദർശനത്തെപ്പറ്റിയും അവരുടെ സംഭാഷണത്തെപ്പറ്റിയും എനിക്ക് വളരെ സന്തോഷമാണ്. അവരെപ്പറ്റി എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇടുക്കി ഇടമലക്കുടിയുടെ യാത്രാ ദുരിതത്തിൽ ഗോത്ര ജനത സമരത്തിനൊരുങ്ങുന്നു. രോഗികളെ മഞ്ചൽ കെട്ടി ചുമന്ന് കാടിറങ്ങുന്ന ജനതയുടെ ദുരിതക്കാഴ്ച പതിവായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത്. പൂർണ്ണമായ ജീവിതം നയിക്കുന്നവരാണ് ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾ. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾ തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്നെത്തിക്കണം എന്നതിനൊപ്പം പഞ്ചായത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃത്യസമയത്ത് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. രോഗികളെ മഞ്ചൽ കെട്ടിയിരുത്തി കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ പുറം ലോകത്തെത്തിക്കുന്നത്.
ഏതാനും നാളുകൾക്കിടെ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതെ 4 ജീവനുകൾ നഷ്ടപ്പെട്ടു. കുട്ടി എന്ന അടിമാലി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി മരണപ്പെട്ടു. നല്ല റോഡില്ലാത്ത കാരണം കുട്ടിയെ ഇവിടെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചുമന്നാണ് കൊണ്ടുപോയത്. റോഡുണ്ടായിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് റോഡ് കൂടല്ലാർകുടിയിൽ നിന്നും ആനക്കുളം വരെയുള്ള റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് പറയുന്നത്. 2023 ആരംഭിച്ച് പെട്ടിമുടി ഇഡലിപ്പാറ റോഡ് നിർമ്മാണം 2024 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ നിലവിൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഇടമലക്കുടിയിലെ ആകെയുള്ള 28 കുടികളിൽ 10 കുടികളിലുള്ളവർക്ക് മാത്രമേ പുതിയ പാത പൂർത്തിയായാലും പ്രയോജനം ലഭിക്കൂ. ബാക്കിയുള്ള 18 കുടികളിലെ 1600ഓളം വരുന്ന ആളുകൾ കുടല്ലാർ വഴി മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് എത്തിയാണ് യാത്ര ചെയ്യുന്നത്. മീൻകുത്തിക്കുടിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് സൗകര്യം ഇല്ലാത്ത കാരണമാണ് എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് പനി ബാധിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണപ്പെട്ടത്. ഇതുപോലൊരു സംഭവം ഇനിയും ഞങ്ങളുടെ ഈ കുടിയിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇടമലക്കുടിയോടുള്ള തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് ഗോത്ര ജനത. ഇടമലക്കുടിയിലെ വികസനങ്ങൾ അട്ടിമറിക്കും അധികാരികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ 4 ജീവനുകളാണ് ഞങ്ങൾക്ക് ഒഴിഞ്ഞേക്കുന്നത്. ഇനി അത് ആവർത്തിച്ചുകൂടാ. ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളിലേക്ക് രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണിവർ. ന്യൂസ് 18 ഇടുക്കി. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ്. വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കണ്ടെത്തൽ. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്ന ബി വരാലയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, വിശദാംശങ്ങൾ. ആര്യ, നമുക്കറിയാം ഗുജറാത്തിലെ ജാംനഗറിൽ 3500 ഏക്കറിലായി പരന്നു കിടക്കുന്ന സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ സെൻ്റർ ആയിരുന്നു വൻതാര എന്ന് പറയുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് സമയത്ത് തന്നെ അന്തർദേശീയ തലത്തിൽ നല്ല ശ്രദ്ധ ഇത് നേടിയിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ വൻതാരയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടും ഈ വന്യജീവികളെ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഈ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഒരു പ്രത്യേക SITയെ രൂപീകരിക്കുകയുണ്ടായിരുന്നത്. ഈ SITയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള പങ്കജ് മിത്തലും അതുപോലെ തന്നെ പ്രസന്ന ബി വരാലയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘമായിരുന്നു. അപ്പോൾ ഇവരുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ വൻതാരയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമവും അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ, അതായത് സൈറ്റ്സ്, ഈ നിയമവും വൻതാര പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ട് എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ SIT രൂപീകരിച്ച സമയത്ത് തന്നെ വൻതാര വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതിയുടെ വിധിയെ അത് എല്ലാവിധ ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നു, അന്വേഷണ സംഘവുമായി സഹകരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വൻതാരയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ തന്നെ കള്ളപ്പണം ഇടപാട്, പിന്നെ ആനകളുടെ കൈമാറ്റം, പിന്നെ മറ്റ് വന്യജീവികളുടെ കൈമാറ്റം തുടങ്ങിയിട്ടുള്ള ഉയർന്നിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയും ഈ വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേർന്നത്. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. മൂവാറ്റുപുഴ നഗര റോഡ് 151 ദിവസങ്ങൾക്ക് ശേഷം ഗതാഗതത്തിനായി തുറന്നു നൽകി. താൽക്കാലികമായാണ് റോഡ് തുറന്നത്. അതേസമയം നഗര റോഡ് വികസനം അട്ടിമറിച്ചു എന്ന ആരോപണവുമായി മുൻ MLA എൽദോ എബ്രഹാം രംഗത്തെത്തുകയും ചെയ്തു. വർഷങ്ങളായി മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ കാത്തിരുന്ന നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ഗതാഗതത്തിനായി തുറന്നത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി 151 ദിവസമാണ് റോഡ് അടച്ചിരുന്നത്. താൽക്കാലികമായാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്.
റോഡിനിരുവശവും കൈവരികൾ സ്ഥാപിക്കുകയും മീഡിയൻ സ്ഥാപിക്കുകയും ഉൾപ്പെടെയുള്ള ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ നടപടി. മാത്യു കുഴൽനാടൻ MLA സാന്നിധ്യത്തിലാണ് റോഡ് തുറന്നത്. അതേസമയം നഗര റോഡ് വികസനം അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി മുൻ MLA എൽദോ എബ്രഹാം രംഗത്തെത്തി. റോഡ് വികസനത്തിലുണ്ടായിരുന്ന വെള്ളൂർക്കുന്നം കവല മുതൽ കച്ചേരിത്താഴം പാലം വരെയുള്ള ഭാഗം ഒഴിവാക്കിയെന്നും ഇതോടെ 2400 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് 1800 മീറ്ററായി ചുരുങ്ങിയെന്നുമാണ് ആരോപണം. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുത്ത സ്ഥലങ്ങൾ റോഡിന്റെ വികസനത്തിനായി ഉപയോഗിച്ചില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ യുവതി പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. വടക്കേ പുലിയന്നൂരിലെ വിജയന്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് വീട്ടിൽ തീപിടുത്തമുണ്ടായത്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ജീവൻ ഒടുക്കിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് മുൻപ് ഞാൻ വരാമെന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു സവിത. മലപ്പുറത്ത് 40 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നു. വയലത്തൂർ ടൗണിൽ ജനജീവിതം ദുരിതത്തിലാക്കി മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം പരന്നൊഴുകി. പ്ലാന്റ് നിർമ്മാണത്തിൽ വൻ അഴിമതിയാണെന്നും പഞ്ചായത്തിന്റെ നിസ്സംഗ മനോഭാവമാണെന്നും CPM ആരോപിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിന് കീഴിലെ വയലത്തൂർ മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലമാണ് ജനങ്ങൾക്ക് ദുരിതമായി പുറത്തേക്കൊഴുകുന്നത്. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതാണ് ദുരിതത്തിന് കാരണം. പ്ലാന്റിന്റെ ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം വയലത്തൂർ ടൗണിലെ വ്യാപാരികളുടെ കച്ചവടത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല ടാങ്കിന്റെ മൂടി തുറന്ന നിലയിലുമാണ്. ഇത് കടുത്ത രോഗഭീഷണിയും സൃഷ്ടിക്കുന്നു. പൊന്മുണ്ടം പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് കടുത്ത രോഗഭീതിയും ദുർഗന്ധവും പരത്തി മത്സ്യമാർക്കറ്റിലെ മലിനജലം പുറത്തേക്കൊഴുകുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. നടപടിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും CPM വ്യക്തമാക്കി. പ്ലാന്റ് നിർമ്മിച്ച് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്താത്തതും തിരിച്ചടിയായി. ശുദ്ധീകരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ജൈവകൃഷി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഒന്നും നടന്നില്ല. പ്ലാന്റ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ കഴിഞ്ഞ മാസവും പഞ്ചായത്ത് ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. കക്കിരി കൃഷിയിൽ വിജയഗാഥ രചിച്ച് കാസർഗോഡ് രാവണേശ്വരം സ്വദേശി ഗണേശൻ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് നാടൻ കക്കിരിയാണ് കൃഷി ചെയ്തത്. രാവണേശ്വരം മാക്കി പുതിയ കണ്ടത്തെ ഗണേശൻ വർഷത്തിൽ 3 തവണ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നാടൻ കക്കിരിയാണ് പ്രധാനമായും ഗണേശന്റെ കൃഷി. സ്വന്തമായി 10 സെന്റ് സ്ഥലം മാത്രമുള്ള ഗണേശൻ 2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്താണ് തന്റെ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത്. ഇതിൽ ഭൂരിഭാഗം സ്ഥലത്തും നാടൻ കക്കിരിയാണ്. കൃഷി ഉപജീവനമാർഗമായ ഗണേശൻ വർഷത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കക്കിരി, വെള്ളരി എന്നിവ കൃഷി ചെയ്തു വരുന്നു. മധുരക്കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ, വാഴ, ഇഞ്ചി എന്നീ കൃഷികളും ഗണേശൻ ചെയ്യാറുണ്ട്. കൂടാതെ പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും ചെയ്തു വരുന്നു. വിളവെടുത്ത കാർഷികോൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കുന്നതിനായി കൃഷിയിൽ നിന്നും ലഭിച്ച വരുമാനത്തിൽ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് കർഷകൻ എന്ന ഗുഡ്സ് ഓട്ടോയും ഗണേശനൊപ്പമുണ്ട്. 1-2 ഏക്കറോളം കക്കിരി കൃഷി ചെയ്യുന്നുണ്ട്. വർഷം തോറും ചെയ്യും. അത് കഴിയാതെ പിന്നെ പുഞ്ചമൂർന്നിട്ടാകുമ്പോൾ കക്കരി, വെള്ളരി ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് കക്കരി കൃഷിയും വെള്ളരി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മധുരക്കിഴങ്ങ്, വാഴ, ഇങ്ങനെ പലതരം കൃഷി, പയറുവർഗ്ഗങ്ങളായാലും എല്ലാ കൃഷിയും ഉണ്ട്. മഴക്കാലത്ത് കൂടുതൽ ചെയ്യും. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അഭാവം കാരണം വേനൽക്കാലത്ത് ചെയ്യുന്ന കുറവാണ്. അജാനൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള ബഹുമതിയും ഗണേശനെ തേടിയെത്തിയിട്ടുണ്ട്. മറ്റു കർഷകർക്ക് ആവശ്യമായ വിത്തിനങ്ങളും ഗണേശൻ നൽകി വരുന്നു. ഭാര്യ സവിതയും രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ തീർത്ഥയും 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീയയും എല്ലാ സഹായങ്ങളുമായി ഗണേശനൊപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,435 രൂപ, പവന് 67,480 രൂപ. വെള്ളി ഗ്രാമിന് 140 രൂപ, കിലോഗ്രാമിന് 1,40,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട്ലൈറ്റ്.